വലിയ തോൽവി ഉണ്ടായിട്ടും CPM തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അണികൾ മൊത്തം. അപ്പോൾ അതിനെതിരെ അതായത് നേതൃത്വത്തിന് പറ്റിയ അമളികൾ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ പോരായ്മകൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പക്ഷേ ഇതിലിപ്പോൾ പല ജില്ലാ കമ്മിറ്റികളിലും ഓരോ ജില്ലാ കമ്മിറ്റികളിലും വലിയ വിശദമായ വിലയിരുത്തൽ നടത്തി ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പരാജയം എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള സംഭവം അങ്ങനെ തോറ്റു എന്നുള്ള കാര്യം വിലയിരുത്തി വന്നപ്പോൾ പല കമ്മിറ്റികളും തുറന്ന് എതിർത്തുകൊണ്ടിരുന്നു. അതായത് ഓരോരുത്തരുടെ പേര് ഒന്നിച്ച് പിണറായി വിജയന്റെ പേരെടുത്തു, പിന്നെ MV ഗോവിന്ദനെതിരെ, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ സംസാരിച്ചു തുടങ്ങി. അതായത് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. സാധാരണഗതിയിൽ CPM-ന് എന്ത് തോൽവി ഉണ്ടായാലും എന്ത് സംഭവിച്ചാലും പിണറായി വിജയനും ഗോവിന്ദനും അല്ലെങ്കിൽ പാർട്ടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും എതിർത്തു പറയില്ല. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തീരെ എതിർക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തോൽവി കാരണം ഓരോ അണികൾക്കും വളരെയേറെ വിഷമമുണ്ടാക്കിയ സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നേതൃത്വത്തിനെതിരെ പലരും പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ പ്രതികരിച്ചു ഒരു തിരുത്തൽ വരും, അതായത് നേതൃത്വത്തിൽ ഒരു മാറ്റം വരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച നേതാക്കൾ, അതായത് ലോക്കൽ സെക്രട്ടറി അങ്ങനെയുള്ള നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി എടുത്തിരിക്കുന്നു. അപ്പൊ ഈ പാർട്ടി ഒരു കാലത്തും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതി. അല്ല, തിരികെ വരണമെന്ന് സാധാരണക്കാരായ അണികൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തിരികെ വരണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് തിരികെ വരണ്ട, പിണറായി വിജയനും MV ഗോവിന്ദനും കഴിഞ്ഞാൽ പാർട്ടി അതോടുകൂടി തീരട്ടെ എന്ന ഒരു നിലപാടാണ് പിണറായി വിജയനും MV ഗോവിന്ദനും നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നത്. മാറാൻ പോകുന്നു, പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു, അഴിച്ചുപണി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും എന്താണ് മാറാൻ പോകുന്നു എന്ന് അവർ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം PK ബഷീർ സഭയിൽ പറഞ്ഞതുപോലെ കമ്മിറ്റികളുടെ ദിവസങ്ങൾ മാറുന്നതല്ലാതെ ഇവരുടെ സ്വഭാവത്തിൽ യാതൊരുവിധ മാറ്റവും കാണുന്നില്ല. ഒരിക്കലും LDF അല്ലെങ്കിൽ ഇടതുമുന്നണി ഇല്ലാതാകണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് ഇടതുമുന്നണി ഇല്ലാതാകണം അല്ലെങ്കിൽ ഇടതുമുന്നണി ഇല്ലാതാവുകയാണെങ്കിൽ അവിടെ ഗുണം ചെയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. കേരളത്തിൽ BJP വളർന്നു വരാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം കൂടിയാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഇല്ലാതാകണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. പിണറായി വിജയനെ MV ഗോവിന്ദനെ മാറ്റിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകൂ. സ്വയം മാറണമായിരുന്നു, അത് വരുന്നില്ല. സ്വയം അവർ മാറില്ല. ഇനി അവരെ മാറ്റുക, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ പരാജയം ഉണ്ടാകുന്നു. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം ഉണ്ടാകുന്നു. CPM-ന് വലിയ അല്ലെങ്കിൽ LDF-ന് വലിയ പരാജയം ഉണ്ടാകുമ്പോൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കല്ലെങ്കിലും വലിയ പ്രതീക്ഷയില്ലായിരുന്നു, ഞങ്ങളെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാകുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്നുണ്ടായ വലിയ പരാജയം മനസ്സിലാക്കി സാധാരണക്കാരായ അണികൾ അന്നും പറഞ്ഞു തിരുത്തേണ്ട സമയമായി. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിനെ തിരിഞ്ഞുകുത്തി വെള്ളാപ്പള്ളി നടേശനൊപ്പം കൊണ്ട് നടക്കുന്നത് ഇതൊക്കെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കാരണമാകും. അതുകൊണ്ട് തിരുത്തണം എന്ന് പറയുമ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം, ലോക്കൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ട്. അവിടെ നിന്ന് തിരുത്താൻ അന്നും അണികൾ പറഞ്ഞു തിരുത്തിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനാകൂ എന്ന് പറയുമ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. 12ഓളം മന്ത്രിമാരടക്കമാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ സർക്കാർ എത്ര വലിയ പരാജയമായിട്ടായിരിക്കണം ആ മന്ത്രിമാരടക്കം പരാജയപ്പെട്ടത് എന്ന്. അതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ 3 വലിയ പരാജയങ്ങൾക്ക് ശേഷം പാർട്ടി ഏരിയ കമ്മിറ്റി അടക്കം ചർച്ചകൾ നടത്തുന്നു. ചർച്ചകളിലൊക്കെ പിണറായി വിജയൻ MLA ആയിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കണ്ണൂര് എന്താണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവം അതായിരുന്നല്ലോ. കുറെ നേരം എതിർ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. അതായത് പിണറായി വിജയനൊക്കെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. എല്ലാവരും ഞെട്ടിയൊരു സംഭവമായിരുന്നു പിണറായി വിജയൻ പിന്നിലാണെന്നുള്ളൊക്കെ സംഭവം. അപ്പൊ അതിൽ നിന്നൊക്കെ കണ്ടാലും അതൊന്നും മനസ്സിലാക്കിയാലും അത് മാറ്റാൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടുണ്ടെന്ന്. അല്ല, പാർട്ടി ഗ്രാമങ്ങൾ, കണ്ണൂര് പോലെ അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങൾ മറ്റു പാർട്ടികൾക്ക് കൊടി കുത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും പരാജയപ്പെടുന്നു. പാർട്ടിയിൽ നിന്ന് G സുധാകരൻ അടക്കമുള്ളവരെ കൂടെ നിർത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല. G സുധാകരനെ പോയി കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹമൊക്കെ CPM-നെ അല്ലെങ്കിൽ LDF-നെ കൈവിട്ട് പോരുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. അന്നും അവിടെ കണ്ടില്ല. അവിടെയും പിണറായി വിജയൻ എന്ന ഏകാധിപതിയാണ് കണ്ടത്. നിരന്തരമായി പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അന്നുണ്ടായത് നിരന്തരമായി പാർട്ടിക്കെതിരെ, പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരുന്നു. സാധാരണ ഇതൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിലാണ്, അത് ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് വായി തോന്നുന്ന എന്തും പറയാം. ഈ മറുവശത്ത് LDF എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ്, അവിടെ അത്ര അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാറില്ല. അവിടെ നിന്നെല്ലാം മാറി സഹികെട്ട് സാധാരണക്കാരായ അണികൾ പാർട്ടിയിലെ
നേതാക്കൾക്കെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ ഇതിലിപ്പോ ഒരു കാര്യം പറയാൻ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷനിൽ ഉണ്ടായ തിരിച്ചടി നോക്കി അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഇലക്ഷനിലെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊരു ഇത്രയും വലിയ പതനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അതിലും തോറ്റു കണ്ടപ്പോൾ എന്നിട്ടും മാറ്റം വരുത്താൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ടും ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് വിമർശിക്കുമ്പോഴും അതൊക്കെ ന്യായീകരിച്ചു നടക്കുകയായിരുന്നുണ്ടായിരുന്നു. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ടും അതൊക്കെ അവിടം വരെ എത്തി. ഇതും തോറ്റു. ഇത് തോറ്റിട്ടും ഇതിപ്പോ എല്ലാ നേതാക്കളും CPM-ന്റെ പ്രമുഖ നേതാക്കൾ ശൈലജ ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും പി രാജീവ് ഉൾപ്പെടെ എല്ലാവരും ഈ തോൽവിക്ക് എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ലേഖനങ്ങൾ എഴുതി എല്ലാവരും തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഇപ്പോഴും മാറ്റാൻ എന്താ തയ്യാറാവുന്ന എങ്കിലും ഇനിയെങ്കിലും മാറ്റും എന്ന് വിചാരിച്ചു. ഇനിയും മാറ്റിയില്ലെങ്കിൽ എന്താവും എന്നുള്ളതാണ് അവസ്ഥ. അല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. എല്ലാവർക്കും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്നൊക്കെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. ഇദ്ദേഹത്തെ കപ്പിത്താനാക്കിയതൊക്കെ തിരിച്ചടിയായി എന്ന് പറയുന്നു. ഇതൊന്നും പറയുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ പിണറായി വിജയനും MV ഗോവിന്ദനും കഴിയുന്നില്ല. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കമായിരുന്നു. ED വീണ വിജയന്റെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ റെയ്ഡുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് CPM-നെ ഉപയോഗിച്ചതെന്നാണ് CPM ഇപ്പോഴും വിചാരിക്കുന്നത്. ശരിയാണ്, അവിടെ ഒരു സമരം ചെയ്യുകയാണെങ്കിൽ പ്രതിഷേധം രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു പറഞ്ഞു. അതും തിരിച്ചടിയാകുന്നു. അതിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അകത്താകുന്നു അല്ലെങ്കിൽ ജയിലിലാകുന്ന ഒരു സാഹചര്യം വരുന്നു. എന്നിട്ട് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കമ്മിറ്റിയിലടക്കം പത്മകുമാറിനെ പുറത്താക്കണമെന്ന് ഒരു വിഭാഗം പറയുന്നു. പത്മകുമാറിനെ ചേർത്ത് പിടിച്ചതാണ് ഇത്രയും വലിയ പരാജയം. പത്തനംതിട്ട ജില്ലയിലടക്കം ഇത്രയും വലിയ പരാജയം ഉണ്ടായത് പത്മകുമാറിനെ ചേർത്ത് പിടിച്ചതാണെന്ന് പറയുമ്പോൾ പത്മകുമാറിനെ തള്ളിപ്പറയാൻ പാർട്ടി അല്ലെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കാനുള്ള ധൈര്യം പാർട്ടി കാണിക്കുന്നില്ല. LDF അല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞത് ഏകാധിപത്യ സ്വരമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ PR ടീം ചെയ്തതൊക്കെ എതിരായി എന്ന് രാജീവ് അടക്കമുള്ളവർ പറയുന്നു. എന്നിട്ടും വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കുറെ ഒതുക്കൽ അല്ലെങ്കിൽ LDF-ൽ നിന്ന് പിണറായി വിജയൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിണറായി വിജയനെതിരെ സംസാരിച്ചവരെയൊക്കെ ഒതുക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. KK ശൈലജ ആകട്ടെ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു പേര് അല്ലെങ്കിൽ LDF-ന്റെ ഇത്തരം നീക്കത്തിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരാളെന്ന് പറയുന്നത് KK ശൈലജയാണ്. കാര്യം KK ശൈലജയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ വിചാരിച്ചത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം വന്നപ്പോൾ ഞാൻ കരുതി KK ശൈലജയെ മുഖ്യമന്ത്രി പണ്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുകയും ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ആവശ്യം വന്നില്ല. പക്ഷെ അവിടെ KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും ഉയർത്തിയില്ല. അവരെ തോൽപ്പിക്കാൻ വേണ്ടത് എന്തോ അത് ചെയ്യുകയാണ് ചെയ്തത്. KK ശൈലജ അടക്കം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു. ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് പോകില്ല. മാത്രമല്ല ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ KK ശൈലജ വരുമായിരുന്നു. പക്ഷെ പിണറായി വിജയൻ തന്നെ KK ശൈലജ ജയിച്ചില്ല. ഇപ്പോൾ ഉള്ളതിൽ പിണറായി വിജയൻ മാറി നിൽക്കുമെന്നും വേറെ ആരെങ്കിലും ബാലഗോപാലോ ആരെങ്കിലും ആയിരിക്കും പ്രതിപക്ഷ നേതാവാകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനും വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളത്. അപ്പോഴും രണ്ട് അഭിപ്രായം വന്നു. ഒരു വിഭാഗം പറയുന്നു പിണറായി വിജയനെ ആക്കണ്ട, 10 വർഷമേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, ആരോഗ്യനില ചൂണ്ടിക്കാണിച്ച് മാറ്റാമെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് വേണ്ട, പിണറായി വിജയൻ തന്നെ നിൽക്കട്ടെ. അത് മറ്റൊന്നുമല്ല, 10 വർഷം ഇയാൾ കൊണ്ടു നടന്ന് ഇങ്ങനെ ആക്കിയതല്ലേ, ഇനി ഇയാൾ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊരു രീതിയായിരിക്കണം. KK ശൈലജയ്ക്ക് പോലും തുറന്നെഴുതേണ്ടി വരുന്നു. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, പാർട്ടി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. സഭയിലൊക്കെ PK ബഷീർ അടക്കമുള്ളവർ പറഞ്ഞു നിങ്ങൾ പോകുന്നത്, നിങ്ങൾ നശിക്കണമെന്നില്ല, നിങ്ങൾ നന്നാകൂ. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതും അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാതായി മാറുകയാണെന്ന് വിഷമമുണ്ട് എന്ന് പറയുന്ന അന്നവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷം പോലും പറഞ്ഞു നിങ്ങളുടെ യാത്ര നാശത്തിലേക്കാണെന്ന്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഇടക്കാലത്ത് വന്ന ഒരു വാർത്തയിൽ പറയുന്നുണ്ട്, MV ഗോവിന്ദൻ പറഞ്ഞു തിരുത്തലുകൾക്ക് LDF-ഉം CPM-ഉം വിധേയമാകാൻ പോകുന്നു, വലിയ തിരുത്തലുകൾ കൊണ്ടുവരും, നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കാം. അപ്പൊ പാർട്ടി ജനങ്ങളിൽ നിന്ന് അത്രത്തോളം അകന്നത് കൊണ്ടാണ് പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് സാധാരണക്കാരായ ജനങ്ങൾ അഭിപ്രായം പറയേണ്ടത് എന്ന നിലയിൽ നിന്ന് അപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, MV ഗോവിന്ദനും പിണറായി വിജയനും മാറില്ല. ഇനി സാഹചര്യങ്ങൾ അനുസരിച്ച് MV ഗോവിന്ദൻ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് MV ഗോവിന്ദന്റെ ഇഷ്ടപ്രകാരമായിരിക്കില്ല, പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ച് MV ഗോവിന്ദൻ മാറേണ്ടി വരും. ഗോവിന്ദൻ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, വീട്ടിൽ പോലും പരിഹാസമായിരുന്നു, എന്നെ വീട്ടിൽ പോലും വിമർശിച്ചു, എന്റെ വീട്ടിൽ കാരണം തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഭാര്യയാണല്ലോ. അവിടെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയതും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് തളിപ്പറമ്പിലെ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. അത് പറഞ്ഞതിനാണ് ഇപ്പൊ രണ്ടുപേരെ മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പം
ഇനിയിപ്പോ ഇതല്ല, ഇപ്പൊ തളിപ്പറമ്പിലുള്ള കാര്യമാണ്. ഇനിയിപ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് പല ഏരിയ കമ്മിറ്റികളിലും വിമർശനം വരുന്നിട്ടുണ്ടായിരുന്നു. മറ്റു ജില്ലകളിൽ പാലക്കാട് ഉണ്ടായിരുന്നു, തൃശ്ശൂർ, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പലരും പറയുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനല്ല, MLA ആകാൻ പോലും യോഗ്യനല്ല, MLA സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് പറയുന്നവർ പോലും ഉണ്ട്. ഇതൊന്നും സർക്കാരിന്റെ പക്ഷത്ത് നിന്ന് കോൺഗ്രസ്സുകാരോ സർക്കാരോ അല്ല പറയുന്നത്, സ്വന്തം പാർട്ടിയിൽ നിന്നാണ്. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണം. എന്ത് തീരുമാനവും ഞാൻ എടുക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കുക. ഇവിടെ എന്ത് തീരുമാനവും എന്ത് തീരുമാനം എടുക്കണമെങ്കിലും പിണറായി വിജയൻ തീരുമാനം എതിർത്ത് സംസാരിക്കാൻ ഒരാളും ഇല്ല, ആരും സംസാരിക്കില്ല എന്നുള്ളൊരു അതേ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രധാന പ്രശ്നം കോൺഗ്രസും CPM തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ ആർക്കും എന്ത് അഭിപ്രായവും പറയാം. അതിപ്പോ ഒരു മെമ്പർ ഉൾപ്പെടെ, ഒരു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ വിമർശിക്കാം. കാര്യം അവരുടെ രീതി അതാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും വിമർശിക്കണം. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തന്നെ അധികാരത്തിൽ വന്ന ഒരു മാസം ആവുന്നതിന് മുമ്പ് VD സതീശന്റെ ഒരു ചില നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് PM സുധീരൻ വന്നു, പിന്നെ ജിൻഡോ ജോൺ വന്നു, KC വേണുഗോപാൽ തന്നെ രംഗത്ത് വരുന്നു. അത് അപ്പൊ തന്നെ തുറന്നു പറയുകയാണ്. അല്ലാതെ VD സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് നമ്മൾ അത് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ള ഒരു നിലപാടൊന്നും ആയിരുന്നില്ല കോൺഗ്രസിൽ. ഇത് മാത്രമല്ല, VD സതീശനെ ഒന്ന് ഒതുക്കുക, അല്ല ഒന്ന് അടിച്ചിരുത്തുക എന്നുള്ള ഒരു ചാൻസ് കൂടി അതിനപ്പുറത്തേക്ക് CPM എടുക്കുമ്പോ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ആരെങ്കിലും പറയുകയോ, ചേട്ടനൊന്ന് എടുത്തു നോക്ക്, ഇത്രയും നാളുടെ അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് പിണറായി വിജയന് മുകളിലേക്ക് ഒരാളെ അംഗീകരിക്കുകയാണെങ്കിൽ, അതിനൊരു ഉദാഹരണമാണ് ഞാൻ KK ശൈലജയെ പറഞ്ഞത്. PR വർക്കിലൂടെയൊക്കെ തന്നെ KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ അവർ PR ഗിമ്മിക്കിലൂടെ കയറി വന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള അവരെ വടകര കൊണ്ട് മത്സരിപ്പിക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പോലെ ഒരു ആരോപണത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. ഷാഫി പറമ്പിലുമായി മത്സരിച്ച് അവർ പരാജയപ്പെടുന്നു. അതോടുകൂടി അവരെ ഒതുക്കുക എന്നതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ, ധർമ്മടത്ത് നിന്ന് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അതും സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോയി നിങ്ങൾ അവിടെ പോയി ആ മണ്ഡലം പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ മത്സരിപ്പിക്കുന്നു, അവരെ പരാജയപ്പെടുത്തുന്നു. ഇനി പിന്നൊരു സാധ്യത ഉള്ളതെന്ന് പറയുന്നത്, പിണറായി വിജയൻ നേരത്തെ അറിയാമല്ലോ, സ്വാഭാവികമായും ഞങ്ങൾ പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇനി KK ശൈലജ എങ്ങനെ ജയിച്ചാൽ പ്രതിപക്ഷ ആകണ്ട, അല്ലെങ്കിൽ ഞാൻ മാറേണ്ടി വരുമോ എന്ന് കരുതിയിട്ടാണ് അവരെ അവിടെ മത്സരിപ്പിച്ചെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം എന്തായാലും ഈ ജനങ്ങൾക്ക് ഇപ്പോഴും ശൈലജ ടീച്ചർ വരുന്നതിനോട് ഇപ്പോഴും ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് പാർട്ടി അണികൾക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നു. പാർട്ടികൾ അതായത് ആ കുറച്ചൊരു സോഫ്റ്റ് കോർണർ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ജനങ്ങൾക്കായിട്ട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്ന ഒരാളായിട്ട് തന്നെയാണ് ശൈലജ ടീച്ചറെ കാണുന്നത്. പിണറായി വിജയനെയോ MV ഗോവിന്ദനെയോ മാറ്റി നിർത്തിക്കൊണ്ട് ജയരാജൻ വന്നാലും ആളുകൾ അംഗീകരിക്കും, ശൈലജ വന്നാലും അംഗീകരിക്കും. കാര്യം എങ്ങനെയെങ്കിലും ഇവര് രണ്ടുപേരൊന്ന് മാറി കിട്ടണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇനി മറുവശത്ത് MV ഗോവിന്ദൻ മാറി അവിടെ സ്വരാജോ മറ്റോ വന്നിരിക്കട്ടെ, അപ്പോഴും പിണറായി വിജയൻ മാറുന്നില്ല. അവസാന തീരുമാനം എടുക്കുന്ന ആളുടെ പേരെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഒരു വശത്ത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ തന്നെയാണ്. ഒന്നെങ്കിൽ പിണറായി വിജയന് ശേഷം ഈ പാർട്ടി ഇല്ലാതാകണം, അല്ലെങ്കിൽ പിണറായി വിജയന് ശേഷം ഇനി പാർട്ടി തിരികെ വരണം. ആ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിരന്തരമായി വരുന്ന വിമർശനങ്ങൾ അംഗീകരിച്ച് പാർട്ടിയോട് ഒരു തരിയെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ, 10 വർഷം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടി ലെവലിലാണ് ഇയാൾ മുഖ്യമന്ത്രിയായത്, അതിന്റെ ഒരു മര്യാദയെങ്കിലും കാണിച്ച് ഇവർ രണ്ടുപേരും മാറി നിൽക്കുക തന്നെ വേണം.